ഹലോ ഓൾ, വെൽക്കം ടു ബിസോൾവേഴ്സ് ന്യൂ യൂട്യൂബ് ചാനൽ. നമ്മൾ പഴയ യൂട്യൂബ് ചാനൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ പാർട്ട് 4 വരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ നമുക്ക് ആ ഒരു യൂട്യൂബ് ചാനൽ നഷ്ടപ്പെട്ടു. സോ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ പാർട്ട് 1 മുതൽ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അപ്പോൾ നിങ്ങളൊരു ബിസിനസ് ഓണറോ അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിൽ ഒരു കരിയർ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. So let's jump into digital marketing master course part 1. സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നാൽ മാർക്കറ്റിംഗിന്റെ ഒരു ഡിജിറ്റൽ ഫോമാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ തീർച്ചയായും മാർക്കറ്റിംഗ് എന്താണെന്ന് അറിയിക്കണം. സോ വാട്ട് ഈസ് മാർക്കറ്റിംഗ്? മാർക്കറ്റിംഗ് എന്നാൽ ചുരുക്കി പറയണ ഏറ്റവും സിമ്പിൾ ഫോമിൽ പറയുകയാണെങ്കിൽ മാർക്കറ്റിംഗ് ഈസ് ദ കമ്മ്യൂണിക്കേഷൻ ഫ്രം ബിസിനസ് ടു ഓഡിയൻസ്. ഒരു ബിസിനസ്സിൽ നിന്നും ഓഡിയൻസിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് മാർക്കറ്റിംഗ് എന്ന് പറയാം. അത് പോസ്റ്റർ ആവാം, ഫ്ലെക്സ് ആവാം, നോട്ടീസ് ആവാം, അനൗൺസ്മെന്റ് ആവാം. ഇതിന്റെയൊക്കെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് ഓർ സർവീസസ് ആളുകളെ കൊണ്ട് വാങ്ങാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. സോ അതിനുവേണ്ടി നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കാര്യങ്ങളെയാണ് നമുക്ക് മാർക്കറ്റിംഗ് എന്ന് വിളിക്കുന്നത്. കുറച്ചുകൂടി എലാബറേറ്റ് ആയി പറയുകയാണെങ്കിൽ മാർക്കറ്റിംഗ് എന്നാൽ ഒരു പ്രൊഡക്റ്റിന്റെ പാക്കേജിംഗ് മുതൽ അല്ലെങ്കിൽ ലേബലിംഗ് മുതൽ ഒരു കസ്റ്റമർ അത് വാങ്ങി ഉപയോഗിച്ച് ഒരു സ്ഥിരം കസ്റ്റമർ ആവുന്നവരെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഈ മാർക്കറ്റിംഗിൽ ഉൾപ്പെടും. ആൻഡ് ഇതൊരിക്കലും അവസാനിക്കാത്ത ഒരു കാര്യമാണ് മാർക്കറ്റിംഗ്. നിങ്ങളുടെ ബിസിനസ് എത്ര കാലം മുമ്പോട്ട് പോകുന്നോ അത്രയും കാലം മാർക്കറ്റിംഗ് ഉണ്ടാവും. നിങ്ങളുടെ ബിസിനസ് എപ്പോൾ ഷട്ട് ഡൗൺ ചെയ്യുന്നോ അപ്പോഴായിരിക്കും മാർക്കറ്റിംഗ് അവസാനിക്കുന്നത്. സോ ഇനി നമുക്ക് മാർക്കറ്റിംഗിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് സംസാരിക്കാം. ഒന്നാമത്തെ പോയിന്റ്, ഇറ്റ്സ് ക്രിയേറ്റ് അവയർനെസ്. നമ്മുടെ പ്രോഡക്റ്റ് ഓർ സർവീസസ് മാർക്കറ്റ് ചെയ്യുന്നതിലൂടെ ആളുകൾ നമ്മുടെ ബിസിനസിനെ കുറിച്ച് അറിയുന്നു. ആളുകൾ നമ്മുടെ ബിസിനസിനെ കുറിച്ച് അറിഞ്ഞാലല്ല അവർക്ക് നമ്മളുടെ പ്രോഡക്റ്റ് ഓർ സർവീസസ് വാങ്ങാൻ പറ്റുന്നു. സോ ഇറ്റ്സ് ക്രിയേറ്റ് അവയർനെസ്. മാർക്കറ്റിംഗ് ചെയ്യുന്നതിന്റെ മെയിൻ ഉദ്ദേശം അല്ലെങ്കിൽ മെയിൻ ഗോൾ എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഈ കൂടുതൽ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുന്നതിലൂടെ കൂടുതൽ സെയിൽസ് നടക്കാൻ മാർക്കറ്റിംഗ് സഹായിക്കുന്നു. കൂടുതൽ സെയിൽസ് നടക്കുന്നതിലൂടെ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനും മാർക്കറ്റിംഗ് സഹായിക്കും. ഫോർത്ത് പോയിന്റ്, ബിൽഡ് ബ്രാൻഡ് ഇമേജ്. നല്ല രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്യുന്നതിലൂടെ ഒരു ബ്രാൻഡ് ഇമേജ് ബിൽഡ് ചെയ്താൽ നമുക്ക് മാർക്കറ്റിംഗ് സഹായിക്കുന്നു. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നല്ല മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ആപ്പിളിന്റെ മാർക്കറ്റിംഗ്, നെഗറ്റീവ് പറയുകയാണെങ്കിൽ ഈ അടുത്തുണ്ടായ ജാഗ്വാറിന്റെ മാർക്കറ്റിംഗ്. ഓക്കെ, നെക്സ്റ്റ് ഫിഫ്ത്ത് പോയിന്റ്, ഗീവ് യു എ കോമ്പറ്റീറ്റീവ് എഡ്ജ്. നമ്മുടെ ഓഡിയൻസിനെ മനസ്സിലാക്കി നമ്മുടെ കോമ്പറ്റീറ്ററിനെ അനലൈസ് ചെയ്തുകൊണ്ടൊക്കെ നമ്മളൊരു USP കണ്ടെത്തി ആ USPയിൽ മാർക്കറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ ഒരു പൊസിഷൻ ക്രിയേറ്റ് ചെയ്ത് തരാൻ മാർക്കറ്റിംഗ് സഹായിക്കുന്നുണ്ട്. ഇറ്റ്സ് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് യുവർ കസ്റ്റമേഴ്സ്. നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം റിസർച്ച് ചെയ്യണം. സോ ഈ റിസർച്ച് ചെയ്യുന്നതിലൂടെ നമ്മുടെ കസ്റ്റമറിന് എന്താണ് ആവശ്യം, നമ്മുടെ കസ്റ്റമർ ആരാണ്, നമ്മുടെ കസ്റ്റമേഴ്സിന്റെ പെയിൻ പോയിന്റ് എന്താണ്, അതിനൊരു സൊല്യൂഷൻ നമുക്ക് എങ്ങനെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ബിൽഡ് റിലേഷൻഷിപ്പ് ആൻഡ് ലോയൽറ്റി. നല്ലൊരു മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു കസ്റ്റമറിന് ഒരു പ്രോഡക്റ്റ് സെൽ ചെയ്യുന്നവരെ മാത്രമായിരിക്കില്ല, ആ ഒരു കസ്റ്റമറിനെ സ്ഥിരം കസ്റ്റമർ ആക്കുന്ന രീതിയിലായിരുന്നു നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യാം. ഇത്തരത്തിൽ നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ നമുക്കൊരു റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്തിരും ലോയാലിറ്റി ബിൽഡ് ചെയ്യാനും നമുക്ക് മാർക്കറ്റിംഗിലൂടെ സാധിക്കും. ഓക്കെ, മാർക്കറ്റിംഗിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് ഈ ഒരു വീഡിയോ മതിയാവില്ല. സോ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് കാര്യങ്ങളെ ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷെ ഈ ഒരു കാര്യങ്ങളിലൂടെ തന്നെ ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ബിസിനസ്സിൽ മാർക്കറ്റിംഗിന്റെ പങ്ക് എത്രത്തോളാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ മാർക്കറ്റിംഗിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി നിർബന്ധമായും മാർക്കറ്റേഴ്സ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. വളരെ സിമ്പിളായി വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് റൈറ്റ് ആയ ടൈമിൽ റൈറ്റ് ആയ ഓഡിയൻസിന് റൈറ്റ് ആയ വേയിൽ ബിസിനസിന്റെ പ്രൊഡക്റ്റ് ഓർ സർവീസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്ലാനിനെയാണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇതിനൊരു ഉദാഹരണം പറയാൻ നമ്മുടെ ഓണക്കാലത്തിരിക്കുന്ന ഓണം ഓഫർ, മൺസൂൺ കാലത്ത് മൺസൂൺ ഓഫേഴ്സ് ആൻഡ് കല്യാൺ സിൽസിന്റെ ഒക്കെ ആഡ് സെയിൽസ്, ഇതൊക്കെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആണ്. ഈ ആഡ് സെയിൽസ് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് സെയിൽസ് വളരെ കുറഞ്ഞിരുന്ന സമയത്ത് അവർ ആ ഒരു സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്തതോടെ അവർക്ക് ആ ഒരു ടൈമിന് വളരെയധികം സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ സാധിച്ചു. കാരണം മൺസൂൺ അല്ലെങ്കിൽ ആഡി സെയിൽസ് എന്ന് പറയുന്ന എല്ലാ മേഖലയിലും സെയിൽസും കച്ചവടം കുറവുള്ള ആ ഒരു സമയമായിരുന്നു. ആ ഒരു സമയം നോക്കി ഇവർ വലിയ രീതിയിൽ ഓഫർ ഇട്ടു. ആ ഒരു ആഡി സെയിൽസ് എന്നൊരു ബ്രാൻഡിന്റെ ഇമേജ്, ബ്രാൻഡ് നെയിം എന്നുള്ള രീതിയിൽ കല്യാൺ സെയിൽസിന് കിട്ടി. ഓക്കെ, ഇതൊക്കെയാണ് അപ്പോൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിന്റെ എക്സാമ്പിൾസ്. അപ്പോൾ ചെറിയൊരു വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഈ മാർക്കറ്റിംഗിന്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാസ്റ്റർ കോഴ്സിന്റെ പാർട്ട് 1 ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പാർട്ട് 2 ആയി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ഫ്രം ബിസോൾവർ, ബി ദ ബിസോൾവർ.